നമുക്ക് വളരെ എളുപ്പത്തിൽ മൈദയും അതുപോലെ തന്നെ ക്രീമോ ഓവണോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ അടിപൊളി ടേസ്റ്റിൽ റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തണുപ്പില്ലാത്ത പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് 1 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഒരു യെല്ലോ കളറുള്ള റവയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വീണ്ടും നമുക്കൊരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ ഇതും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറിന് പകരം നമുക്ക് സുർക്കയോ അതുപോലെ തന്നെ നാരങ്ങനീരോ എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് പതഞ്ഞ് വരുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇന്നലത്തെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് അതൊന്ന് തട്ടിയെടുക്കാം. ബട്ടർ പേപ്പറിന് പകരം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തട്ടിക്കൊടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്നുകിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം കമഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇതിന് ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40 to 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ഒരു 40 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്ലീനായി തന്നെ പോന്നിട്ടുണ്ട്, അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്കിനി ഇതിന്ന് എടുക്കാം. ഈ കേക്കൊന്ന് തണുത്ത് വരട്ടെ. ഈ കേക്കിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട്. അതൊന്ന് കേക്കിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ഈ 1/2 കപ്പ് ജാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടും. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നല്ലപോലെ മെൽറ്റായി കിട്ടിയാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ജാം ഇതിൽ ടോപ്പിൽ ഇട്ട് കൊടുക്കാം. ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു തവി വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം.
അതിന് മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് നട്ട്സും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ജാമൊക്കെ നമ്മൾ അതിൻ്റെ ടോപ്പിൽ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം റീനോസ് കിച്ചൺ.